യെസ്, ആരിഫ് ഹുസൈൻ, ഈ ശരീഅത്ത് നിയമത്തിൻ്റെ ആ ഒരു കാർക്കശ്യം, ആ ഇരുമ്പ് ചട്ടക്കൂട്, അത് പൊളിച്ച് പണിയാനുള്ള ഒരു ഒരു ശ്രമം കൂടി കാന്തപുരത്തിൻ്റെ ഭാഗത്ത് നിന്ന്, അങ്ങനെ ഒരു ഉദ്യമം കൂടി കാന്തപുരത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടതല്ലേ ഈ ഘട്ടത്തിൽ, അല്ലേ? കാരണം ആ നിയമം കർശനമായിട്ടുള്ള ആ നിയമവ്യവസ്ഥ നിലനിൽക്കുന്നത് കൊണ്ടാണല്ലോ നിമിഷപ്രിയയുടെ മോചനം വൈകുന്നത്, മറിച്ചൊരു തീരുമാനമെടുക്കാൻ സാധിക്കാതെ വരുന്നത്. അതുകൊണ്ട് ഇത്തരം ഘട്ടങ്ങളിൽ എങ്കിലും, അല്ലേ, ഈ ശരീഅത്ത് നിയമത്തിൽ ഒരു ഭേദഗതി വരുത്തുന്നതിനെക്കുറിച്ച് കാന്തപുരത്തെ പോലുള്ള മതപണ്ഡിത ആലോചിക്കേണ്ട സമയം അതിക്രമിച്ചില്ലേ? ശരീഅത്ത് നിയമത്തിൽ അല്ലെങ്കിൽ ശരീഅത്തിൽ ഒരു പരിഷ്കരണം എന്ന് പറയുന്ന സംഗതി ഇസ്ലാമികമായിട്ട് നിലനിൽക്കുന്ന കാര്യമല്ല ഒന്ന്. എന്നാലും ഇന്ന് ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ ആ ഒരു വിഷയം അധികം സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഒരു ഔചിത്യക്കുറവുണ്ട്. കാരണം ഇവിടെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഏതൊരു നാട്ടിലും ഒരു നിയമം ഉണ്ടെങ്കിൽ എന്താണ് ദ റൂൾ ഓഫ് ലോ എന്ന് പറയുന്ന സംഗതി നമ്മൾ എങ്ങനെയാണോ ഉയർത്തി വെക്കുന്നത് അത് എല്ലാ ആളുകളും ഉയർത്തി വെക്കുന്ന കാര്യമാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ നമുക്കറിയാം ഈ ശരീഅത്തിന്റെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ പറയാറുണ്ട്. ഏതാനും വർഷങ്ങൾക്ക് മുന്നേ സൗദി അറേബ്യയിലെ അവിടുത്തെ പ്രിൻസ് പറയുന്ന ഒരു കാര്യം, MBS പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതായത് ഞങ്ങളുടെ നാട്ടിലെ നിയമങ്ങൾ പ്രശ്നമാണെന്ന് ഞങ്ങൾക്കറിയാം, എനിക്കറിയാം, ഇത് തിരുത്തണമെന്നും നമുക്കറിയാം. കാരണം ഇത് എന്താണ്, ഇറ്റ് ഈസ് എംബാരസിങ് എന്നാണ് പറഞ്ഞത്. ഇത് നാണക്കേട് ഉണ്ടാക്കുന്ന അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, സ്ത്രീകൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റായിക, ഈ മഹറം നിയമം, ഒറ്റയ്ക്ക് വണ്ടി ഓടിക്കാൻ കഴിയുന്നില്ല, അങ്ങനെ പല പല കാര്യങ്ങൾ പറയുന്നത്, അതൊക്കെ അവർ പലതും മാറ്റി. അപ്പോൾ അതിന് അവർ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഈ MBS. അതായത് സംഗതി ഇതൊക്കെ ഞങ്ങൾക്കറിയാം, ഇതൊക്കെ മാറ്റേണ്ടതാണെന്ന് അറിയാം, പക്ഷേ ഒരു റൂൾ ഓഫ് ലോ ഉണ്ടല്ലോ, അതിനനുസരിച്ചല്ലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റും. കാരണം ഞാൻ ഇവിടുത്തെ ഭരണാധികാരിയും കൂടി ആകുമ്പോൾ അതിനനുസരിച്ച് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷേ എന്നിട്ടും ഞങ്ങൾക്ക് ആകെ കൂടി അവൈലബിൾ ആയിട്ടുള്ള 100 ലോയേഴ്സിനെ വെച്ചുകൊണ്ട് ഇത് പൊളിച്ച് എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ, അതിന് കുറച്ച് സമയമെടുക്കും എന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ റൂൾ ഓഫ് ലോ എന്ന് പറയുന്നത് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ സാധനത്തെ കീപ്പ് ചെയ്യണമെന്നാണ് നമ്മളെപ്പോലുള്ള ആളുകളൊക്കെ എപ്പോഴും പറയുക. ഇപ്പോൾ പാരലൽ ആയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്ന ആര് തന്നെ വന്നാലും, അതിപ്പോൾ ഈ എന്താണ് ഇസ്ലാമിക തീവ്രവാദികളായാലും ഈ വലതുപക്ഷം തീവ്രവാദികളായാലും എല്ലാവരോടും നമ്മൾ ഒരേപോലെ പറയുന്ന കാര്യമാണ്, പാരലൽ സംവിധാനങ്ങൾ ഒരുക്കുക എന്ന് പറയുന്നത് അത് രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന വിഷയമാണ്. അത് തന്നെയാണ് ഇവിടെയും നമ്മൾ കാണുന്നത്. അതായത് ഇപ്പോൾ യമനിൽ അവിടെ ഒരു രാജ്യം, അതിപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു ഒഫീഷ്യൽ ഒരു എന്താ പറയുക ഒതന്റിക് ആയിട്ട് നമുക്ക് എടുത്തു പറയാവുന്ന ഒരു ഔദ്യോഗികമായ ഒരു പവർ ഉണ്ടെന്നൊന്നും നമ്മൾ പറയുന്നില്ലെങ്കിൽ പോലും അവിടുത്തെ ജനങ്ങൾ എന്താ കരുതുന്നത്, അത് അവരുടെ ഔദ്യോഗികമായ സംഗതിയായിട്ടും അവിടെയുള്ള കോടതികൾ അവർ ബഹുമാനിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ നമ്മളിത് സംസാരിക്കുന്നതിന് ഏതാനും മണിക്കൂർ മുന്നേ ഈ താലാലിൻ്റെ സഹോദരൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും ലാസ്റ്റ് വന്നിരിക്കുന്ന പോസ്റ്റ് ഞാൻ കണ്ടപ്പോൾ അതിൽ എഴുതിയിരിക്കുന്നത് എന്താണ്, മാധ്യമങ്ങൾ പറയുന്നു ഞങ്ങളുടെ രാജ്യമാകെ കുട്ടിച്ചോറാണ്, ഇവിടെ ഒരു സംവിധാനവുമില്ല എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു നിയമ സംവിധാനമുണ്ട്, ഇവിടെ ഒരു കോടതിയുണ്ട്, ആ കോടതിയുടെ വിധികളിലും ഉത്തരവുകളിലും പൂർണ്ണ വിശ്വാസവും എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ യഥാർത്ഥ നിയമങ്ങൾ അതിന്റെ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കേണ്ട ശിക്ഷാവിധികൾ അത് അതേപോലെ നടപ്പിലാക്കാൻ സാധിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്ന തരത്തിലുള്ള ധ്വനി വരുന്ന രീതിയിലുള്ള വാചകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ കുറിപ്പിട്ട് വെക്കുമ്പോൾ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട എന്താണ്, നമ്മളെങ്ങനെയാണോ നമ്മുടെ നാട്ടിലെ ഈ റൂൾ ഓഫ് ലോയെ ഉയർത്തി വെക്കുന്നത് അത് തന്നെയാണ് യമനിലെ പൗരനായിട്ടുള്ള തലാലിന്റെ സഹോദരനും അവിടെ ഉയർത്തി വെക്കുന്നത്. അതിനെ നമുക്ക് മാനിച്ചേ പറ്റുള്ളൂ. അതാണ് ഇതിലെ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഈ ഒരു അവസരത്തിൽ നമ്മൾ ഇതിനെ ഈ ഇസ്ലാമിന്റെ ഈ ഒരു വിഷയത്തിലെ പ്രശ്നത്തെ അഡ്രസ് ചെയ്യാൻ വേണ്ടി ഇറങ്ങി തിരിച്ച എന്താ ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ തന്നെ നമ്മൾ കാണുന്നു ഈ വിഷയം വന്നതിന് ശേഷം നമ്മളിവിടെ എന്ത് പറഞ്ഞാലും, പ്രത്യേകിച്ച് ഈ AI ടൂൾസും ഇന്റർനെറ്റും ഉള്ളതുകൊണ്ട് നമ്മൾ മലയാളത്തിൽ എഴുതിയിട്ടാൽ പോലും ഒരു ട്രാൻസ്ലേറ്റ് ദിസ് എന്നുള്ള ഒരു ബട്ടൺ അവിടെ അമർത്തി കഴിഞ്ഞാൽ അത് പച്ച അറബിയിലേക്ക് അത് മാറുകയാണ്. അത് അവർക്ക് വളരെ ക്ലിയർ ആയിട്ട് വായിക്കാൻ പറ്റുന്ന സംഗതികളായി മാറുന്നതുകൊണ്ട് നിലവിൽ ഈ വിഷയത്തിൽ നമ്മളൊരു പരിഹാരത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ മോചനം ലഭിക്കുക അല്ലെങ്കിൽ ആ വധശിക്ഷ ഒഴിവാക്കി കിട്ടുക എന്നുള്ളൊരു ശ്രമം അതിപ്പോഴും തുടരുന്ന ഘട്ടത്തിൽ അതിനുവേണ്ടി ഉള്ള പരിശ്രമം വളരെ കൂടുതൽ വേണ്ട ഈ ഒരു ഘട്ടത്തിൽ നമ്മളത് പറഞ്ഞാൽ അത് ബാക്ക് ഫയർ ചെയ്യാൻ ഉള്ള ഇടയുള്ളതുകൊണ്ട് ഞാനത് നിൽക്കുന്നില്ല. പക്ഷെ എന്നാലും ഒറ്റവാക്കി പറയുകയാണെങ്കിൽ വധശിക്ഷ എന്ന് പറയുന്ന സംഗതി നമ്മുടെ നാട്ടിലുണ്ട്, അത് ഈ പറയുന്ന സൗദി അല്ലെങ്കിൽ അറബ് രാഷ്ട്രങ്ങളിലുണ്ട്. പക്ഷേ വ്യത്യാസം എന്താണ്, നമ്മുടെ നാട്ടിൽ അത് നടപ്പിലാക്കുന്ന രീതിയും അതുപോലെ മറ്റുള്ള ഒരു സ്ഥലത്ത് അത് നടപ്പിലാക്കുന്ന രീതിയും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രിൻസിപ്പിൾസും ഡിഫറൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ അത് വളരെ റെയറായിട്ട് കഴിയുന്നത് ഒഴിവാക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സാധനമാണെങ്കിൽ ഒഴിവാക്കാൻ പറ്റുന്ന പരമാവധി ശ്രമം നടത്തിയിട്ടാണ് അത് നമ്മളത് നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. പ്രവർത്തകർ അപ്പോൾ അതിനെതിരെ പ്രവർത്തിക്കുമല്ലോ.
യെസ്. അതേസമയം ഇപ്പോൾ അറബ് രാഷ്ട്രങ്ങളിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന എന്താണ്, അവിടുത്തെ വധശിക്ഷ നടപ്പിലാക്കുന്നത് കണ്ട് നമ്മുടെ നാട്ടിലടക്കം അതിന് ഫാൻ ബേസ് ആണ്. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. സൗദിയിലെ പോലെ കട്ടവന്റെ അപ്പം തന്നെ വെട്ടണം, തല വെട്ടണം, മൂട് വെട്ടണം എന്നൊക്കെ പറയുന്നത് ആ രീതിയിൽ കണ്ണും മൂക്കില്ലാതെ. ഇപ്പോൾ റേപ്പ് വിക്ടിമിനെയൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീക്ക് ഇപ്പോൾ നമ്മൾ സാധാരണ ഈ വിശ്വാസികളൊക്കെ പറഞ്ഞു നടക്കുന്ന കാര്യമാണ്, ഇസ്ലാമിക രാജ്യങ്ങളിൽ റേപ്പ് വളരെ കുറവാണ്, കണ്ടില്ലേ സൗദിയിൽ റേപ്പ് ഇല്ല എന്നൊക്കെ പറയും. എന്തുകൊണ്ടാണ് അവിടെ റേപ്പ് റിപ്പോർട്ട് ചെയ്യപ്പെടാത്തത്? റേപ്പ് അവിടെ നടക്കുന്നുണ്ട്, പക്ഷേ അവിടെ അത് റിപ്പോർട്ട് ചെയ്യാൻ ചെല്ലുമ്പോൾ സ്ത്രീകളുടെ മേലെ കൂടുതൽ ഭാരമാണ്. എന്താണ് ആ ഭാരം? 4 സാക്ഷികളുമായിട്ട് ചെല്ലണം. ഈ 4 സാക്ഷിയില്ലാന്നുണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോയ സ്ത്രീയെ പിടിച്ച് ശിക്ഷിക്കും. അപ്പോൾ എന്താ അവിടെ സംഭവിക്കുക? ഈ സ്ത്രീകൾ റിപ്പോർട്ട് ചെയ്യില്ല. ഇതാണ് പലപ്പോഴും സംഭവിക്കുന്നത്. ഇനി അഥവാ ഈ പെൺകുട്ടി അവിടെ ഗർഭിണിയായിട്ടുണ്ടെന്ന് വിചാരിക്കുക, അപ്പോൾ ശിക്ഷ രണ്ടുപേർക്കും കിട്ടും. അതായത് ഇനിയിപ്പോൾ സാക്ഷി ഉണ്ടോ ഒക്കെ ശരിയാണ് എന്ന് വന്നാൽ പോലും ഈ കുട്ടികളെ ഉണ്ടായി അത് വ്യഭിചാരത്തിന്റെ ഈ ചാട്ടവാറിന്റെ അടിയും കൂടി ഈ പെണ്ണിനും കൂടി കിട്ടുന്ന അവസ്ഥയാണ് വരിക. അപ്പൊ ഇതൊക്കെ പേടിച്ചിട്ട് ആളുകൾ ഇത് ഒളിപ്പിച്ചു വെക്കുകയും മിണ്ടാതിരിക്കുകയൊക്കെയാണ് പലപ്പോഴും സംഭവിക്കുന്നത്. അതാണ് ഈ റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറയുന്നത്. നമ്മൾ ചോദിക്കുന്നത് ഈ പറയുന്ന നിയമങ്ങൾ നമ്മുടെ നാട്ടിൽ വേണമെന്നാണോ ഈ ഫാൻ ബേസ് വെച്ച് നടക്കുന്ന ആളുകളോട് നമുക്ക് ചോദിക്കാനുള്ളത്? അതാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അല്ല. ഇവിടെ നമ്മൾ റൂൾ ഓഫ് ലോ ഉണ്ട് എന്ന് പറയുമ്പോഴും അത് മാന്യമായ രീതിയിലും അതൊരു റെസ്റ്റോറേറ്റീവ് ജസ്റ്റിസ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ റീഹാബിലിറ്റേറ്റീവ് ജസ്റ്റിസ് എന്നുള്ള രീതിയിൽ വേണമെന്നാണ് നമ്മൾ പറയുന്നത്. ഇതുകൊണ്ട് സമൂഹത്തിൽ മാറ്റമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വെസ്റ്റേൺ രാജ്യങ്ങളിൽ നമ്മൾ പറയുന്നു ജയിലുകൾ അടച്ചുപൂട്ടുന്നതിനെ കുറിച്ച്, അവിടുത്തെ ഇൻമേറ്റ്സിന്റെ എണ്ണം കുറയുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ പറയാറുണ്ടായിരുന്നു. അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഇതിന് പകരം നമ്മളിവിടെ കാണുന്നത് ഇത്തരത്തിലുള്ള ഒരു വാദമാവുമ്പോൾ ഒരു സ്കോപ്പ് അവിടെ കിടപ്പുണ്ട്. ഈ വിഷയത്തിന്റെ പ്രാധാന്യം, ഇതിന്റെ കാടത്തം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ചർച്ച ചെയ്യാനുള്ള ഒരു അവസരം ഇതിലുണ്ട്. പക്ഷെ അതിപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നില്ല. അതവിടെ റിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. വൈകാതെ ഇതിന്റെ ഒരു ഫൈനൽ പിക്ചർ വന്നു കഴിയുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതെ, അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ തീർച്ചയായും അപകടം ക്ഷണിച്ചു വരുത്തണ്ട. ഓക്കെ.